വിഷയമാണോ നമ്മളതിന് ഉദറുകൾ കാരണങ്ങൾ കണ്ടെത്തും. പക്ഷേ റബ്ബ് പറയുന്നു അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. റബ്ബിന്റെ ഖബറിൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയണേ. പടച്ച റബ്ബിന്റെ ഒരു തൗഫീഖ് എന്നെ കിട്ടണം. ന്യായീകരിക്കാനോ കള്ളത്തരം പറയാനോ മറച്ചു പിടിക്കാനോ പറ്റാത്ത റബ്ബിന്റെ ഖബറിൽ കൃത്യമായ ഉത്തരം പറയാൻ ഈ ഖബറാളിക്ക് ഇങ്ങി കഴിവ് കൊടുക്കണേ നാഥ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ. ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകതയും ഭീകരതയും ഖബറിൽ കിടക്കുന്നവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഖബറിന്റെ രണ്ട് ഭാഗം പടച്ചോൻ അങ്ങ് ഇടുക്കിക്കളയും. മദീന മിമ്പറിന്റെ മുകളിൽ രണ്ട് കൈകളും കോർത്തു പിടിച്ച് സഹാബത്തിന്റെ മുഖത്ത് നോക്കി കണ്ണുനീരോടെ ലോകത്തിന്റെ പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഹക്കദാ ഹക്കദാ, ഇതുപോലെ നിങ്ങളെ വാരിയല്ലു കോർത്തു പോകും. ആ വേദനയിൽ നിങ്ങൾ പെടയും, കരയും. ആ കരച്ചിലെങ്ങാനും ഖബറിന്റെ മേലെ നിങ്ങൾക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന ഒരാളെങ്കിലും കെട്ടിരുന്നെങ്കിൽ ആയുസ്സിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തിന് വേണ്ടിയും ഒരാൾ ആ ഖബറിന്റെ അരികിലേക്ക് വരില്ലായിരുന്നു. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ. റബ്ബേ, ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് ആ ഖബറാളിക്ക് ഇങ്ങി സമാധാനം കൊടുക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്. റബ്ബേ, എല്ലാ പാപങ്ങളും പൊറുത്ത് നിർഭയത്വത്തിന്റെ ഒരു കവാടം, ഒരു സ്വർഗ കവാടം ഈ ആ മനുഷ്യന് തുറന്നു കൊടുക്കണേ റബ്ബേ എന്ന് 15 മിനിറ്റോളം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആ പള്ളിക്കാട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി പോകുന്ന മനുഷ്യർ നമ്മളെ മയ്യത്തിന്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകുമ്പോ പിന്നീട് ആ പള്ളിക്കാട്ടിന്റെ മണ്ണിനടിയിൽ ഞാനും നിങ്ങളും ഒറ്റക്കാണെന്ന് ചിന്തിക്കണം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ദുനിയാവിൽ നിങ്ങളില്ലെങ്കിലും ഒരു ചുക്കും സംഭവിക്കാനില്ല. നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും സൂര്യൻ ഉദിക്കും. നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും കുടുംബക്കാര് ഭക്ഷണം കഴിക്കും. നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും നിങ്ങളെ വീട്ടിൽ വിളക്ക് തെളിയും. നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും നിങ്ങൾ നാട്ടിൽ പലതും സംഭവിക്കും. പക്ഷേ ഖബറിനടിയിൽ കിടക്കുന്ന മനുഷ്യ, വല്ലാഹിറത്തു ഖൈറും വഅബ്കാ, ഒരിക്കലും മരിക്കാത്ത പടച്ച റബ്ബിന്റെ ബർസഖിയായ ലോകത്ത് നീ അനുഭവിക്കേണ്ടി വരുന്ന നാഥന്റെ തീരുമാനത്തെ പറ്റി നീ ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കണം. മരിച്ചതിന് ശേഷം ഖബറും പുറത്ത് ഖുർആൻ ഓതിയിട്ടും ഖബറും പുറത്തേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടും നിന്റെ ഖബർ നിനക്ക് ഭംഗിയാക്കാൻ സാധിക്കുകയില്ല. മരിച്ചവന്റെ പേരിൽ 1000 ചാക്ക് സിമന്റ് വാരിയാലും 1000 ചാക്ക് ചോറ് വാരിയാലും മറ്റേതെങ്കിലും കണ്ണൂക്കിന്റെ ഭക്ഷണം വിതരണം ചെയ്താലും ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്റെ സൽപ്രവർത്തികളെ കൊണ്ട് നിന്റെ ഖബർ നിനക്ക് ഭംഗിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വല്ലാഹിറത്തു ഖൈറും വഅബ്കാ വഅബ്കാ, എന്നെന്നും ബാക്കിയാവുന്ന ഒരാഹറം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ ആഹറത്തിലേക്കുള്ള യാത്രയാ ജീവിതം. അതുകൊണ്ട് ആ താഴ്വ കുഞ്ഞുമോന് മുസ്ലിയാർ പാടിയതും ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, അത് കാണുമ്പോൾ വാവിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന, ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ, 2-3 ദിനം കൊണ്ട് അഴുകുന്നതാണ് ഈ നേത്രം 2, ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, അത് കണ്ട് മണ്ടുമേ ഭയം കൊണ്ട്. അത്രയുള്ളൂ ശരീരത്തിന്റെ വില. 6 അടി മണ്ണ് കറക്കി വെച്ച് കഴിഞ്ഞാൽ പുഴുക്കൾക്കും ഇഴജന്തുക്കൾക്കും തിന്നാനുള്ളൊരു മാംസകഷണം മാത്രം. പക്ഷേ ആ ഖബറിൽ ആത്മാക്കളുടെ ലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചില സമ്പാദ്യങ്ങൾ നമ്മളെ കയ്യിലുണ്ടാകണം. മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് ഖബറിലേക്കുള്ള ചില വിഭവങ്ങൾ നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ടാണല്ലോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് അല്പ ദിവസങ്ങൾക്ക് മുൻപ് മദീന പള്ളിയിൽ ഒരു സുബ്ഹി നിസ്കരിച്ച് ഒറ്റക്കിരുന്ന് കരയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുത്ത് കിട്ടിയത് പൂരപ്പറമ്പെന്നല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുത്ത് കിട്ടിയത് സെവൻസിന്റെ പറമ്പെന്നല്ല. 5 വക്തിനും പടച്ച റബ്ബിന്റെ മുൻപിൽ നെറ്റി ചേർക്കാൻ
സുബഹി നമസ്കാരത്തിന്റെ മരം കൊച്ചുന്ന തണുപ്പത്ത് മദീന പള്ളിയിലേക്ക് നടന്നുപോയി. ആ പള്ളിയുടെ മുൻഭാഗത്ത് എത്തിയപ്പോഴാ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തേറ്റതും അവിടെ കിടന്നു മരണപ്പെട്ടതും. ആ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് മദീന പള്ളിയിൽ ഇരുന്ന് കരയുന്നുണ്ട്. ഇത് കണ്ട ചില സഹാബാക്കള് അരികിൽ വന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ തോളത്ത് കൈവച്ച് ചോദിക്കും, ഉമറേ, എന്തിനാ സങ്കടം? താങ്കൾ എന്തിനാ അങ്ങനെ ബേജാറാവുന്ന്? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചെന്തോ പറയാൻ നോക്കുമ്പോഴേക്കും അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. വീണ്ടും ചോദിക്കും സഹാബത്ത്, പറ ഉമർ, എന്തിനാ ഇത്രയേറെ താങ്കൾ സങ്കടപ്പെടുന്നു? തിരിച്ചു പറയുന്നതിന്റെ മുൻപ് ആരാ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ അറിയണം. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിനോട് എന്ത് പറയുമെന്ന് ചോദിച്ച് മദീന പള്ളിയിൽ ഇരുന്ന് കരഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നട്ടപ്പാതിര നേരത്ത് പോലും വേഷം മാറി പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് കയറി ചെന്ന് ഗോതമ്പ് ചാക്ക് തോളത്തെടുത്ത് പാവപ്പെട്ട കുടുംബങ്ങളുടെ വിശപ്പകറ്റിക്കൊടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമറങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിശാച് പോലും വരാൻ പേടിക്കും എന്ന് പഠിപ്പിക്കപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് മദീന പള്ളിയിൽ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചും വിരിച്ച് നടന്നു വരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉമർ ഇസ്ലാമിന്റെ ബാബാണ്, ഇസ്ലാമിന്റെ വാതിലാണ് ആ ഉമർ. എന്റെ ഉമർ എങ്ങാനും തകർക്കപ്പെട്ടാൽ അന്നു മുതൽ ഇസ്ലാമും തകർക്കപ്പെട്ടു തുടങ്ങുമെന്ന് പറഞ്ഞ അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്ത്യയിൽ ഒരു ഭരണം വേണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് 20 ഗോത്രങ്ങളെയും 20 പ്രവിശ്യകളെയും ഏകോപിപ്പിച്ച് ഭരിച്ച് രാജ്യത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസം കാണിക്കാതെ നീതിയും ന്യായവും നടപ്പിലാക്കിയ ഉമറിന്റെ ഭരണമായിരിക്കണമെന്ന് ഗാന്ധിജിയെ കൊണ്ട് പോലും പറയിപ്പിച്ച അതേ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് കരയുമ്പോ സഹാബത്ത് ചോദിക്കുക, എന്തിനാ ഉമറെ കരച്ചില്? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്ന വാക്ക്, പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം അള്ളാഹു ഉമറിന് തരാതെ കളയുമോ എന്നെനിക്കൊരു പേടി തോന്നുന്നു. സഹാബത്തെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകത്തിന്റെ പ്രവാചകൻ മുനാഫിക്കങ്ങളുടെ പേര് പറഞ്ഞു എന്ന് കേട്ടപ്പം മദീന പള്ളിയിൽ നിന്നും വെപ്രാളപ്പെട്ടോടി പ്രവാചകന്റെ അരികിലേക്ക് എത്തി ഹുദൈഫാന്റെ മുഖത്ത് നോക്കി കണ്ണുനീരോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹുദൈഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുനാഫിക്കങ്ങളുടെ പേര് പറഞ്ഞല്ലോ, ആ കൂട്ടത്തിൽ ഉമറിന്റെ പേരുണ്ടോ? ഉമറിന്റെ പേരുണ്ടോ ഹുദൈഫ? ഒന്ന് പറ ഹുദൈഫ. എന്റെ നമസ്കാരം മുനാഫിക്കത്തരമാണെന്ന് റസൂലുള്ളാഹിക്ക് തോന്നിയോ? എന്റെ സ്നേഹം മുനാഫിക്കത്തരമാണെന്ന് റസൂലുള്ളാഹിക്ക് തോന്നിയോ? എന്റെ ദാനധർമ്മം മുനാഫിക്കത്തരമാണെന്ന് അള്ളാന്റെ ഹബീബിന് തോന്നിയോ? റബ്ബിന് തോന്നിയോ? അതുകൊണ്ട് പറ ഹുദൈഫ, മുനാഫിക്കങ്ങളുടെ പേരിൽ എന്റെ പേരുണ്ടോ എന്ന് ചോദിക്കുകയും പേരില്ലെന്നറിയുമ്പം ആകാശത്തേക്ക് കൈകളുയർത്തി എന്റെ ഇബാദത്തുകളെ കൊണ്ട് എന്റെ പരലോകം നീ വെളുപ്പിക്കണേ നാഥാ എന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്ന അതേ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യം, റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം റബ്ബിനിക്ക് തരാതെ കളയുമോ എന്ന് പേടി തോന്നുന്നു. സഹാബത്തെ, എത്രമാത്രം സ്വപ്നം കണ്ടിട്ടും ആഗ്രഹിച്ചിട്ടുവാ അവർ അള്ളാന്റെ അരികിലേക്ക് പോയത്. റബ്ബ് തന്ന ഓരോ കാരണത്തിന്റെ പേരിലും ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം അവരെ പരലോകത്തിന് വേണ്ടി മത്സരിക്കാൻ പ്രാപ്തരാക്കി. അതുകൊണ്ടാണല്ലോ നട്ടപ്പാതിര നേരത്ത് കിടന്നിട്ടുറക്കം വരാതെ വിശപ്പിന്റെ ശക്തി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. നമ്മളൊന്നും ചിന്തിച്ച ഒടുക്കല്ലാത്തൊരു ചരിത്രാണത്. ഇന്ന് തിന്നിട്ട് നടക്കുന്നവരാ നമ്മളിൽ പലരും, അല്ലേ? സുബ്ഹി നിസ്കാരത്തിന് പള്ളി പോകുന്നവർക്കറിയാം, തിന്നത് കൂടിപ്പോയതിന്റെ പേരിൽ നടക്കുന്നവരാ ഇന്നത്തെ കാലഘട്ടം. അന്ന് തിന്നാൻ കിട്ടാത്തതിന്റെ പേരിൽ, കഴിക്കാൻ ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ, ഒരു കാരക്ക എന്ന ഭക്ഷണം പോലും കിട്ടാത്തതിന്റെ പേരിൽ നട്ടപ്പാതിരത്ത് എഴുന്നേറ്റ് നടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുട്ടത്ത് തന്റെ നേരെ നടന്നു വരുന്ന വ്യക്തിയെ കാണുമ്പോൾ ചോദിക്കും, മൻ, ആരാണതോ അത്? വെളിച്ചത്തിലേക്ക് മാറി നിന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ അബൂബക്കറ. അബൂബക്കറ റസൂലേ. ആരായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു? ബിലാൽ ഇബ്നു റബാഹയെ ചുട്ടുവയ്ത്ത മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തി നെഞ്ചത്ത് പാറക്കല്ല് വെച്ച് ഉമയ്യത്ത് എന്ന ശത്രു ചാട്ടവാറ് കൊണ്ട് തല്ലുമ്പം ചോദിക്കുന്ന വില, നീ പറയുന്ന വില, ബിലാലിന് നീ ഇടുന്ന വില എന്ന് തിരിച്ചു പറയുകയും ചോദിച്ച പണം, സ്വർണം നാണയങ്ങളായി എണ്ണിക്കൊടുത്ത് ബിലാലിന്റെ തോളിൽ കൈയിട്ട് റസൂലുള്ളാന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മക്കയിലെ കോടീശ്വരൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഇരുമ്പിന്റെ പരവതാനിയിൽ കിടത്തി ചുട്ടുപഴിപ്പിച്ച് ഇരുമ്പ് കമ്പി കൊണ്ട് ശരീരത്തിന്റെ പിൻഭാഗം കുത്തിപ്പൊളിക്കുമ്പോ ആ ശത്രുവിന്റെ അരികിൽ ചെന്ന് ഖുബൈബിന്റെ മുഖത്തേക്ക് ചൂണ്ടി അന്നും സിദ്ദീഖുൽ അക്ബർ ചോദിച്ചൊരു ചോദ്യമുണ്ട്,
ഈ ഹുബൈബിന്റെ വില എത്രയാ? ആ വിലയിൽ താങ്കൾ എണ്ണിപ്പറയുന്നത് എത്ര കൂടിയാലും അബൂബക്കറിന്റെ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും ഹുബൈബിനെ മോചിപ്പിച്ചിട്ടേ ഞാൻ പുറപ്പെടൂ എന്ന് വാശി കാണിച്ച് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുവിന്റെ അടുത്തു നിന്നും മോചിപ്പിച്ച മക്കയിലെ കോടീശ്വരൻ, ആ കോടീശ്വരനായ സിദ്ദീഖുൽ അക്ബർ വെളിച്ചത്തേക്ക് വന്നിട്ട് പറയാ, റസൂലേ പട്ടിണിയാ നബിയെ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല റസൂലേ. രണ്ടുപേരും മുന്നോട്ട് നടക്കുമ്പം വീണ്ടും ഇരുട്ടത്താരോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഏതൊരാളും പേര് കേട്ടാൽ വിറയ്ക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു, മക്കയിലെ ഒരു ഗുണ്ടയെന്ന് അവകാശപ്പെട്ടിരുന്ന, അഥവാ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ദിവസം കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്ന വ്യക്തി, 100 ചുവന്നൊട്ടകങ്ങൾക്ക് വേണ്ടി അള്ളാന്റെ ഹബീബിന്റെ തലയിറക്കാൻ പുറപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂല് ചോദിച്ചു, എന്താ ഉമറെ ഈ സമയത്ത്? അദ്ദേഹം പറഞ്ഞു, നബിയേ പട്ടിണിയാ റസൂലേ, ഉറക്കം വരുന്നില്ല. 3 പേര് മുന്നോട്ട് നടക്കുമ്പം അല്പം വെളിച്ചം കണ്ടൊരു സാധുവായ സഹാബിയുടെ വീട്ടിൽ കയറി ചെല്ലുകയും ആ സ്വഹാബിയുടെ വീട്ടിലാകെയുണ്ടായിരുന്ന കാരക്ക എടുത്തു കൊടുക്കുമ്പോ ആ കാരക്കയിൽ നിന്ന് അല്പം തന്റെ ഇടത്തെ കയ്യിലേക്ക് പിടിച്ച് അതിൽ കുറച്ചെണ്ണം എടുത്ത് ഭൃത്യൻ അബ്ദുല്ലാന്റെ കയ്യിൽ കൊടുത്ത് റസൂല് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, അബ്ദുല്ലാ ഇതെന്റെ ആയിഷാക്കും ഫാത്തിമാക്കും കൊടുക്കണം. ഭക്ഷണം കിട്ടാതെ 4 ദിവസത്തിലധികമായി എന്റെ വീട്ടിൽ പട്ടിണിയുമായി ജീവിക്കുന്ന എന്റെ ആയിഷാക്കും എന്റെ ഫാത്തിമ എന്ന കരളിനും കൊടുക്കണേ അബ്ദുള്ള. എന്നിട്ട് ആ കാരക്കയൊന്ന് ചീന്തി ഒരു കഷണം ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു നിറയുന്ന റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കി സഹാബാക്കളും പ്രവാചകന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറും ചോദിച്ചു, നബിയേ എന്താ സങ്കടം? അല്ലാഹുവിന്റെ റസൂലുള്ള കാരക്കമലേക്ക് ചുണ്ടിയിട്ട് പറഞ്ഞു, വല്ലാഹി സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, എന്റെ റബ്ബ് സാക്ഷി, ഈ കാരക്ക എന്ന അനുഗ്രഹത്തെ പറ്റിയും അല്ലാഹു ചോദ്യം ചെയ്യും. ഈ കാരക്ക എന്ന അനുഗ്രഹത്തെ പറ്റിയും റബ്ബ് ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യാനാ മരണം, അല്ലാതെ നമ്മളെ ബേജാറാക്കാനല്ല. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നതിന് പടച്ചോന് വലിയ ഇഷ്ടക്കുറവുള്ളതുകൊണ്ടുമല്ല. പേരക്കുട്ടികളെ കല്യാണം കൂടിയിട്ടും പേരക്കുട്ടികളെ വിട്ടുകൂടൽ കണ്ടിട്ടും മക്കളെ കെട്ടിച്ചു വിട്ടിട്ടും മക്കളെ എത്തി മക്കളാക്കാതെയൊക്കെ ഈ ദുനിയാവിൽ കുറെ കാലം നിങ്ങളെ പോറ്റി വലുതാക്കുന്നത് പടച്ചോൻ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനാ. അള്ളാന്റെ ചോദ്യത്തിന് മുൻപിൽ ഉത്തരം കണ്ടെത്താനാ ഈ ദുനിയാവിൽ അള്ള സമയം നീട്ടിത്തരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ അള്ളാഹു നൽകിയ ഓരോന്നിനെ പറ്റിയും റബ്ബിന്റെ മുൻപിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ആ ലോകത്തേക്ക് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ജനിച്ചിട്ടുണ്ടോ? മരിക്കാനുള്ള ആരംഭം കുറിച്ചു എന്ന് അതിന്റെ അർത്ഥം. ജനിച്ചിട്ടുണ്ടോ എങ്കിൽ മരണത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, മരണം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചതും ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ഗാലിബിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഖുൽ ഇന്നൽ മൗതല്ലദീ, നിങ്ങൾ എത്രയേറെ വെപ്രാളപ്പെട്ട് കിതച്ചോടിയാലും എന്തൊക്കെ മാരക സൂക്കേടുകളുടെ ഭയത്തിലാണെങ്കിലും ഏതൊക്കെ ലക്ഷങ്ങൾ മുടക്കി ആരോഗ്യം തിരിച്ചു പിടിക്കാൻ ആഗ്രഹിച്ചാലും നിങ്ങൾ എത്രയേറെ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നാലും ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതോടുകൂടി സുമ്മ തുറദ്ദൂന ഇലാ വാലിമിൽ ഗൈബി വശഹാദ, മറച്ചു പിടിച്ചതും ചേർത്തു പിടിച്ചതും രഹസ്യമാക്കി പിടിച്ചതും പരസ്യമാക്കി ചെയ്തതും അറിയുന്ന നാഥന്റെ അരികിലേക്കുള്ളൊരു യാത്രമാ. അതുകൊണ്ട് റസൂലേ അവരോട് പറയണം, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. പുത്തനത്താണിയുടെ റോട്ടിൽ വെച്ചാണോ, വിദേശത്തെ റോഡുകളിൽ വെച്ചാണോ, കോഴിക്കോട് റോഡിൽ വെച്ചാണോ, വീട്ടിന്റെ പറമ്പിൽ വെച്ചാണോ, അല്ലെങ്കിൽ ആവേശത്തോടെ കയറിക്കിടക്കുന്ന അവരുടെ മെത്തകൾക്ക് മേലെയാണോ, എവിടെ വെച്ചിട്ടാണെങ്കിലും വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരണുമണി തൂക്കം മുന്നോട്ടോ ഒരു സെക്കൻഡ് മുൻപെയോ അല്ലാത്ത നിലക്ക് അവരെ ആ അള്ളാഹു നിശ്ചയിച്ച സമയം റബ്ബങ്ങ് കൊണ്ടുപോകും. അതുകൊണ്ടാണല്ലോ ആകണ്ടായിരുന്ന ഒരു ആൺകുട്ടീനെ നാട്ടിലെ പൊരയും പോലും പണയപ്പെടുത്തി കിട്ടിയ പണം കൊണ്ട് ആ വാപ്പ ഗൾഫിക്ക് പറഞ്ഞയച്ച് 3 ദിവസമായിട്ടേ ഉള്ളൂ. 5ാമത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? 3 ദിവസം. +2 കഴിഞ്ഞ അവനോട് വാപ്പ പറഞ്ഞു, വാപ്പാക്ക് ആരോഗ്യമല്ല മോനെ, പെങ്ങന്മാരെ കെട്ടിക്കാനും ഉണ്ട്. പലരുടെയും കാല് പിടിച്ച് 1.25 ലക്ഷം ഉറുപ്പ്യക്ക് ഒരു വിസയും സംഘടിപ്പിച്ചിട്ട് സാധുവിനെ ഗൾഫിക്ക് പറഞ്ഞയച്ചതാ. ഇപ്പൊ അവിടെ മോർച്ചറി കിടക്കുന്നുണ്ട് ജീവനറ്റൊരു മയ്യത്ത്. നാട്ടുക്ക് കൊണ്ടുവരാൻ പോലും 5 പൈസ കൈമലില്ലാത്തതിന്റെ പേരിൽ 3 ദിവസമായിട്ടേ ഉള്ളൂ. നമ്മൾ പറയും മരിക്കാൻ അവിടെ പോയതാണ്. അല്ല, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, പടച്ചോൻ നിശ്ചയിച്ചത് അവിടെയാ.
ആ സമയത്ത് നിങ്ങളെ അള്ളാഹു കൊണ്ടുപോകാൻ അള്ള എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയം അനുഭവിക്കാനുള്ളത് അനുഭവിച്ചിട്ടും രസിക്കാനുള്ളത് രസിച്ചിട്ടും നമ്മൾ കിട്ടാനുള്ളത് കിട്ടിയിട്ടും പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങും. ആ യാത്രയിൽ തിരിച്ചുള്ള യാത്ര മനോഹരമാക്കണമെങ്കിൽ ഖബറെന്ന ലോകത്തേക്ക് ചില വിഭവങ്ങൾ നമ്മളെ കയ്യിലുണ്ടാവണം. ആ വിഭവങ്ങൾ സമ്പാദിക്കാനേ പടച്ചോൻ ദുനിയാവ് പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം അത് മാത്രം മതി, ദുനിയാവിൽ പിന്നെ വേറൊന്നിനും മെനക്കെടരുത് എന്നല്ല. ധനം സമ്പാദിക്കാം, അതെന്തിന്? പാരത്രിക ലോകത്തെ നേട്ടത്തിന് വേണ്ടി.